സോണിയാഗാന്ധി ISRO സന്ദർശിച്ചു. അതേ തുടർന്ന് നാളിതുവരെ 1500 ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു. അതെങ്ങനെയാ? ഇത് അങ്കിത് ദൂബെ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ചെയ്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് അങ്കിത് ദൂബെ പറയുന്നത് സോണിയാഗാന്ധി 1983 ഇന്ത്യൻ പൗരത്വം എടുത്തത്. ഇപ്പോൾ ഒരു കേസുണ്ട്. 1980 വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നു. പൗര ആകുന്നതിന് മുമ്പ്, സിറ്റിസൺ ആകുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് വന്നു. 1968 രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ വിവാഹം ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് 83 വരെ ഏതാണ്ട് 20 വർഷക്കാലം, 20 വർഷത്തിനടുത്ത് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കാതെ ഇറ്റാലിയൻ പൗരയായി ഇന്ത്യയിൽ തുടർന്നു. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഭാര്യ ആയിരിക്കെ സോണിയാഗാന്ധിക്ക് ISRO സന്ദർശിക്കണം, ശ്രീഹരിക്കോട്ടയിൽ സന്ദർശിക്കണം ആഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ സന്ദർശിച്ചു. സത്യത്തിൽ സന്ദർശിക്കാൻ പാടില്ല, കാരണം ഒരു വിദേശ പൗരയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആയുധശാല കൂടിയാണ് നമ്മുടെ ISRO. നമ്മുടെ ഏറ്റവും ആധുനിക മിസൈലുകൾ, അഗ്നി പോലെയുള്ള മിസൈലുകളൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ തന്നെയാണെന്ന് പറയാം. നമ്മുടെ മിസൈൽ ടെക്നോളജിയുടെ പരീക്ഷണ കേന്ദ്രങ്ങൾ കൂടിയാണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് സൈനികമായി വലിയ പ്രാധാന്യമുണ്ട് ISROയ്ക്ക്. അവിടെ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായ ഈ ഇറ്റലിക്കാരി ഭർത്താവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞിട്ട് ISRO സന്ദർശിച്ചു. ISRO സന്ദർശിച്ചതിന് ശേഷം അധികം വൈകാതെ ഒരു സംഭവം ഉണ്ടായി. 1971 ഡിസംബർ 30, സ്ഥലം കോവളത്തെ ഹാൽസിയോൺ കാസിൽ റിസോർട്ടിൽ അന്ന് ഡോക്ടർ വിക്രം സാരാഭായി ഉണ്ട്. വിക്രം സാരാഭായി എന്ന് അവിടെ താമസിക്കുന്നു. പകൽ മുഴുവൻ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുന്നു, രാത്രിയും സംസാരിക്കുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ടെലിഫോൺ എടുത്ത് അവിടുത്തെ യുവ ശാസ്ത്രജ്ഞനായിരുന്ന APJ അബ്ദുൽ കലാമിനോട് സംസാരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങി. പക്ഷേ നേരം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുറി തുറന്നില്ല. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ISROയുടെ തലവനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായി സ്വന്തം മുറിയിൽ മരിച്ചു കിടക്കുന്നു. ദുരൂഹമായ മരണം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാപനമായ ISRO, അമേരിക്കയ്ക്ക് NASA എങ്ങനെയാണോ അതുപോലെ ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ഈ സ്ഥാപനത്തിൻ്റെ മേധാവി കോവളത്ത് കേരളത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ വലിയ പരിഭ്രാന്തി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും എന്താണ് മരണകാരണം എന്നറിയാൻ എന്ത് ചെയ്തു? പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. അതെന്താണ്? അതിന് പറഞ്ഞ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ്റെ ശരീരം കീറി മുറിക്കല്ലേ എന്ന് പറയപ്പെടുന്നു. തെളിവൊന്നുമില്ല. അപ്പോൾ ISRO മേധാവിയായിരുന്ന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ തലവനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ മരണം ഇപ്പോഴും ദുരൂഹമാണ്. എന്തുകൊണ്ടാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? ഈ ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കാര്യത്തിലുമുണ്ട്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ഒരു വല്ലാത്ത ദുരൂഹതയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുശേഷവും സോണിയാഗാന്ധി ഇന്ത്യയിലെ ഈ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 2008 ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ശേഷം സോണിയാഗാന്ധി സന്ദർശനം നടത്തി. അപ്പോൾ വേണമെങ്കിൽ അവർ ഇന്ത്യൻ പൗരത്വം എടുത്തിരുന്നു എന്ന് പറയാം. പക്ഷേ അവർ പാർലമെൻറ്റിലെ ഒരു MP എന്ന നിലയിലാണ് സന്ദർശിച്ചത്. പിന്നെ 2017 നമ്മൾ ഒറ്റയടിക്ക് 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചപ്പോഴും അത് പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ളതിൽ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം ഈ അങ്കിത് ദുബെ പറഞ്ഞു വെക്കുന്നത് സോണിയാഗാന്ധി എന്ന് പറയുന്ന വിദേശ വനിതയ്ക്ക് ഇത്തരം ഒരു സ്ഥാപനത്തിൽ ഒരു കാരണവശാലും പ്രവേശനം കൊടുക്കാൻ പാടില്ല. ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. അതിനുശേഷം സോണിയാഗാന്ധിയുടെ ഈ സന്ദർശനത്തിന് ശേഷമാണ് വിക്രം സാരാഭായിയുടെ മരണമുണ്ടാകുന്നത് എന്ന് പറയുന്ന അങ്കിത് ദുബെ പറയുകയാണ്. അതിനുശേഷം ISRO, ബാർക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആണവ ഗവേഷണ മേഖല, ബഹിരാകാശ ഗവേഷണ മേഖല, ഇതിലൊക്കെ ഉൾപ്പെടെയുള്ള 1500 ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട്. എങ്ങനെ മരിച്ചു എന്നറിയാതെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കും പറയുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ 2009 L മഹാലിംഗം എന്ന് പറയുന്ന കൈഗ ആണവ നിലയത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം രാവിലെ പ്രഭാത സവാരിക്ക് പോയി, കാണാതെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മൃതദേഹം കിട്ടി. ഒരന്വേഷണവും നടന്നിട്ടില്ല. അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. ഇനി ഉമം സിംഗ്, പാർത്ത പ്രതിം ബാഗ്,
2009 ബാർക്കിൻ്റെ ലാബിൽ തീപിടുത്തം ഉണ്ടായി, 2 പേര് മരിച്ചുപോയി. ആ ലാബിൻ്റെ ചുമതലയുണ്ട ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ തന്ത്രപ്രധാനമായ ലാബറട്ടറിയിൽ തീപിടുത്തം ഉണ്ടായി, ഈ 2 ശാസ്ത്രജ്ഞർ മരിച്ചുപോയി, അതിൻ്റെ ചുമതലക്കാർ മരിച്ചുപോയി. ഇനി 2010 ഞാൻ ഈ 1500 പേരെന്ന കണക്ക് ഞാൻ കണ്ടില്ല, പക്ഷേ ഞാൻ മുതിർന്ന കുറേ ശാസ്ത്രജ്ഞന്മാർ ദുരൂഹമായി മരിച്ചിട്ടുണ്ട്. 2010 എം അയ്യർ വീട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു കിടന്നു. എങ്ങനെയാണെന്നറിയില്ല. 2017 നേരത്തെ പറഞ്ഞ പോലെ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. സോണിയാഗാന്ധി ISRO സന്ദർശിച്ചതിന് ശേഷം ബാർക്കിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായിരുന്ന ഉമാ റാവു, ശാസ്ത്രജ്ഞയായിരുന്നു ഉമാ റാവു, മരിച്ച നിലയിൽ കാണപ്പെട്ടു. എങ്ങനെയെന്നറിയില്ല. ഇനി NPCIലെ മുതിർന്ന ശാസ്ത്രജ്ഞനായിരുന്ന രവി മൂലെ മരിച്ചു. എങ്ങനെയാണെന്നറിയില്ല. തീർന്നില്ല. നമ്മുടെ ഏറ്റവും ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം യാഥാർത്ഥ്യമാക്കി കൂടുതൽ എണ്ണം ഉണ്ടാക്കിയ നമ്മുടെ ആണവ മുങ്ങിക്കപ്പൽ പദ്ധതിയുണ്ടല്ലോ, അരിഹന്ത് പ്രൊജക്റ്റിൻ്റെ ചുമതലക്കാരായിരുന്ന എം അയ്യർ, KK ജോഷി, അഭീഷ് ശിവം, അരിഹന്ത് പ്രൊജക്റ്റിൻ്റെ ശാസ്ത്രജ്ഞന്മാർ 3 പേരും മരിച്ചു. എങ്ങനെ മരിച്ചു എന്നറിയില്ല. അന്വേഷണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞരൊക്കെ മരിക്കുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഞാനിത് ഇത് ഞാൻ കണക്ട് ചെയ്ത് പരിശോധിക്കാനൊരു കാരണം, ഈ അങ്കിത് ദുബെയുടെ ഈ പറയുന്ന വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ PSLV C-62 റോക്കറ്റ് പരാജയപ്പെട്ടു. 61 കഴിഞ്ഞ വർഷം മെയ്യിൽ വിക്ഷേപിച്ചു. അത് വീണ്ടും അതിൻ്റെ 2ാം ഘട്ടം പരീക്ഷിച്ചു, അതും പരാജയപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BSSCയിലേക്ക് അജിത് ഡോവലിനെ പറഞ്ഞയച്ചു, ആരും അറിയാതെ രഹസ്യമായി. അതേക്കുറിച്ചൊരു വീഡിയോ നമ്മൾ തൊട്ട് പിന്നാലെ ചെയ്യുന്നുണ്ട്. അജിത് ഡോവൽ വന്നിട്ട് എന്താണ് കണ്ടുപിടിച്ചത്, നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. ഏതായാലും സോണിയാഗാന്ധിയുടെ ഈ സന്ദർശനവും ഈ ശാസ്ത്രജ്ഞന്മാരുടെ മരണവുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് അങ്കിത് ദുബെ ചോദിക്കുന്നത്. അതിന് അങ്കിത് ദുബെ പറയുന്നൊരു കാര്യം, സോണിയാഗാന്ധി സ്വാഭാവികമായി ഇങ്ങോട്ട് വന്നതല്ല. സോണിയാഗാന്ധിയെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. സോണിയാഗാന്ധിക്ക് വിദേശ ചാര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. വിദേശ ചാര സംഘടനയുടെ നിയോഗപ്രകാരമാണ് രാജീവ് ഗാന്ധിയെ സോണിയാഗാന്ധി പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും, അങ്ങനെ കല്യാണം കഴിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതും 68 വന്നിട്ട് 83 വരെ പൗരത്വം എടുക്കാതെ ഇവിടെ തുടരുകയും ചെയ്തത് ഒരു വിദേശ ചാര സംഘടനയുടെ നിയോഗപ്രകാരമായിരുന്നു, ഒരു ചാര വനിതയായിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇത് ഉന്നയിച്ചിട്ടുള്ള പ്രബലനായ നേതാവിൻ്റെ പേര് സുബ്രഹ്മണ്യം സ്വാമി എന്നാണ്. പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പറഞ്ഞിട്ടുണ്ട്, നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇറ്റാലിയൻ ബിസിനസ്സുകാരനായിരുന്ന ബൊഫോഴ്സ് ഇടപാടിലെ നിർണായക പങ്കാളി എന്ന് പറയുന്ന മിസ്റ്റീരിയസ് ക്യൂ ഒക്ടോവിയ കട്രോക്കി, ഓർക്കുന്നില്ലേ? ഈ ലിങ്കെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് അങ്കിത് ദുബെ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ഒന്നുണ്ട്. 1987 ഡിസംബർ 28 സംഭവം നടന്നു. അതായത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ INS വിരാടിലേക്ക് രാജീവ് ഗാന്ധിയും കുടുംബവും, രാജീവ് ഗാന്ധി, ഭാര്യ സോണിയാഗാന്ധി, ഇവർ വിരാടി കയറിയിട്ട് നേരെ ബംഗാരം ഐലൻഡിലേക്ക് പോയി. തിരുവനന്തപുരത്ത് നിന്ന് ബംഗാരം ഐലൻഡിലേക്ക്. ബംഗാരം ലക്ഷദ്വീപിലെ ഒരു ദ്വീപാണ്. കാസിനോക്കൊക്കെ അവിടെ വലിയ റിസോർട്ടുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രിയും ഭാര്യയും പിള്ളേരും പുറുങ്ങിണിയും എല്ലാം കൂടെ ടൂറിന് പോയി. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലെടുത്ത് പാട്ടുപാടി നൃത്തം ചെയ്ത് മദ്യം കഴിച്ച് ആഘോഷിക്കാൻ എന്ത് ചെയ്തു? നമ്മളൊരു ഉല്ലാസ ബോട്ട് എടുത്ത് പോകുന്ന പോലെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലെടുത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോപണം വന്നിട്ടുണ്ട്. നേവി സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു അത് നമ്മളവിടെ ഇറങ്ങി അത് അങ്ങനെ ഉല്ലാസത്തിനൊന്നും പോയതല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനു പോയി എന്ന് കൃത്യമായൊരു വിശദീകരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് എന്ത് പറയാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി പോകുന്നത് ഓക്കെ, നമ്മുടെ പുതിയ വിമാനവാഹിനി കപ്പലിൻ്റെ ലോഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതി പങ്കെടുത്തൊരു ചടങ്ങ് നടന്നത് വിമാനവാഹിനി കപ്പലിലായിരുന്നു, ഒഫീഷ്യൽ പരിപാടിയായിരുന്നു. എന്നാൽ ഒരു ദിവസത്തെ 1-2 ദിവസത്തെ ഉല്ലാസയാത്രയ്ക്ക് നമ്മുടെ വിമാനവാഹിനി കപ്പലെടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഒരു രാജ്യത്തും സംഭവിക്കാത്തതാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് എന്തിനായിരുന്നു ഇന്ത്യയുടെ പക്കലുള്ള വിമാനവാഹിനി കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായത്?
സോണിയ ഇത്തരം കാര്യങ്ങൾക്ക് വാശി പിടിച്ചിട്ടുണ്ട്. അതിന് വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് മോദി വന്നതിന് ശേഷം സമീപ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വഷളായി. എന്തിന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാജ്യമായ ഏറ്റവും സ്നേഹമുള്ള നേപ്പാളുമായിട്ടുള്ള ബന്ധം പോലും വഷളായി. നേപ്പാൾ ചൈന പക്ഷത്തേക്ക് പോകുന്നു. പച്ചക്കള്ളമാണ്. നേപ്പാളിനൊരു ചൈനയുടെ മമതയുണ്ട്. അതിന് കാരണം സോണിയാഗാന്ധിയാണ്. 1988 സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും നേപ്പാൾ സന്ദർശിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിൽ സോണിയാഗാന്ധിക്ക് കയറണം. അവിടുത്തെ പൂജാരിമാർ പറഞ്ഞു, സോണിയ ഈസ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യാനിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ ഭാര്യയാണ് കാരണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേപ്പാൾ രാജാവിനോട് വിവരം അറിയിച്ചു. രാജാവും പറഞ്ഞു, ക്ഷേത്രത്തിലെ കാര്യം തീരുമാനിക്കുന്നത് പൂജാരിമാരാണെന്ന് പറഞ്ഞു. വല്ലാതെ അപമാനിക്കപ്പെട്ടു സോണിയ അങ്ങനെ വല്ലാതെ അപമാനിക്കപ്പെട്ടു. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ട് സംഭവിച്ചതെന്നറിയോ? ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ടായിരുന്ന ഒരു വ്യാപാര കരാർ പുതുക്കേണ്ട വർഷമായിരുന്നു 1989. പുതുക്കിയില്ല. നേപ്പാളിന് സാമ്പത്തിക ഉപരോധം വന്നു, നേപ്പാളിലേക്ക് വ്യാപാര ഉപരോധം വന്നു. 15 മാസം ഈ കരാർ പുതുക്കാതെ സോണിയ രാജീവ് ഗാന്ധിയിലൂടെ പക വെട്ടി. എന്ത് സംഭവിച്ചെന്നറിയോ? നേപ്പാളിൻ്റെ GDP 9.7 ഉണ്ടായിരുന്ന 9.7% നേപ്പാളിൻ്റെ GDP 1.6 താന്നു. നേപ്പാൾ തകർന്നു പോയി സാമ്പത്തികമായി. അവർക്ക് തൊഴിലില്ലായ്മ, ഭക്ഷണമില്ലായ്മ, പണമില്ലായ്മ, ആകെ പ്രശ്നമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അന്ന് 89 ആ 15 മാസ കാലയളവിൽ അവർ ചൈനയ്ക്കെതിരെ കൈനീട്ടി. അങ്ങനെയാണ് നേപ്പാളും ചൈനയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല. ആരാണ് കാരണം? രാജീവ് ഗാന്ധി കൊണ്ട് ചെയ്യിച്ചതാണ് സോണിയാഗാന്ധി. തീർന്നില്ല. 2001 ജൂണായപ്പോൾ നേപ്പാളിലെ രാജകൊട്ടാരത്തിൽ രാജാവ് ബീരേന്ദ്ര ബിക്രം ഷാ, ഐശ്വര്യ രാജ്ഞി ഉൾപ്പെടെ 9 പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കൊന്നത് ദീപേന്ദ്ര രാജകുമാരനാണെന്ന് പറയുന്നത്. ദേവയാനി റാണയെ വിവാഹം കഴിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കാത്തത് കൊണ്ട് മധ്യപ്രദേശിലെ രാജകുടുംബത്തിലെ അംഗമായ ദേവയാനി റാണയെ കല്യാണം കഴിക്കാൻ മാതാപിതാക്കൾ സമ്മതിക്കാത്തതുകൊണ്ട് മകൻ വന്നിട്ട് മാതാപിതാക്കൾ ഉൾപ്പെടെ 9 പേരെ വെടിവെച്ച് കൊന്നു എന്നാണ് കഥ. പക്ഷേ അതിൻ്റെ പിന്നിലും അക്കാലത്ത് തന്നെ പ്രചാരണം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിരുന്ന റോയാണ് ആ കൊലപാതകത്തിന് പിന്നിൽ നിന്ന്. വർഷം ഏതാണ്? 2001. ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ്സാണ്. അപ്പോൾ വല്ലാത്ത ദുരൂഹമായൊരു കഥയാണ്. അപ്പോൾ ഇങ്ങനെ പരതി പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവും അങ്കിത് ദുബെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. നോക്കൂ, ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കോൺഗ്രസ്സിലെ എത്ര നേതാക്കന്മാർ, രാജീവ് ഗാന്ധി ഉൾപ്പെടെ എത്ര പേരാണ് 1968 സോണിയാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം കൊല്ലപ്പെട്ടിട്ടുള്ളത്? റോഡ് അപകടത്തിൽ, സ്ഫോടനങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അകാല മൃത്യു അടഞ്ഞു. കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഇല്ലാതായതിനൊരു കാരണം കോൺഗ്രസ്സിന് തലയെടുപ്പുള്ള നേതാക്കന്മാരില്ലാതെ പോയതാണ്. വിമാനാപകടം, റോഡ് അപകടം, ബോംബ് സ്ഫോടനം ഒക്കെ. അവസാനം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സോണിയാഗാന്ധിയും എടുത്തത് നിലപാടെന്താ? പ്രതികളോട് ക്ഷമിച്ചേക്കാം, വിട്ടയച്ചേക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം വല്ലാത്തൊരു ദുരൂഹതയാണ് എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കാരണം നമ്മൾ ആലോചിച്ച് വരുമ്പോൾ ഈ കോൺസ്പിറസി തിയറി വല്ലാതെ പ്രവർത്തിക്കുന്നില്ല. പറഞ്ഞു വന്നത്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഇവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു. പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തിൽ ഒരുങ്ങി ചെല്ലുമ്പോഴേക്കാണ് പ്രസിഡന്റ് പറയുന്നത് പറ്റില്ല, കാരണം നിങ്ങൾ ഇറ്റാലിയൻ പൗരത്വം സീസ് ചെയ്തിട്ട് ഇന്ത്യൻ പൗരത്വം എടുത്തു. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഇറ്റാലിയൻ പൗരത്വം എടുത്താൽ അയാൾക്ക് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ? ഇല്ല, ഇറ്റാലിയൻ നിയമപ്രകാരം പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു പൗരൻ അവിടുത്തെ പൗരത്വം എടുത്താൽ അവിടെ കൊടുക്കുന്ന പരിഗണന. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള ഒരു പൗരൻ ഇവിടെ വന്ന് പൗരത്വം സ്വീകരിച്ചാൽ അതേ വ്യവസ്ഥ ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധിക്ക് കഴിയില്ല എന്ന് രാഷ്ട്രപതി നിലപാടെടുത്തതിൻ്റെ പേരിലാണ് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാതിരുന്നത്. എന്നിട്ട് അവർ വലിയ ത്യാഗം എന്ന് പറയും. പക്ഷേ അവരെന്താ ചെയ്ത്? ദേശീയ ഉപദേശക സമിതി എന്ന് പറഞ്ഞൊരു കസേര എടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ മുകളിൽ കയറിയിരുന്നു. ഒരു പാവയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി 10 വർഷക്കാലം. അപ്പോൾ സോണിയാഗാന്ധി ഇക്കാലം അത്രയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ താല്പര്യങ്ങളാണ് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആൻഡമാനിലെ വികസന പ്രവർത്തനം എടുത്താൽ, ലഡാക്കിലെ കാര്യം എടുത്താൽ, രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ അതേ ഭാഷയിൽ സംസാരിക്കുന്നു. സോണിയാഗാന്ധി ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്നു, രാജ്യവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്കിത് ദുബെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സോണിയ
ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണോ, ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത് ഇന്ത്യയെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു ചാര വനിതയാണോ എന്ന് പറഞ്ഞാണ് അങ്കിത് ദുബെയുടെ ആ വീഡിയോ അവസാനിക്കുന്നത്. അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നാൽ പോലും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട്, എന്തോ ഒരു ശരിയില്ലാഴിക, എന്തോ ഒരു സംശയങ്ങൾ സ്വാഭാവികമായും നമ്മളുണ്ടാകും. കാരണം നമ്മളൊക്കെ ആലോചിക്കുന്ന ചിന്താശേഷിയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ സോണിയ കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബമൊന്നും ഞാൻ പറയും, എന്ത് നെഹ്റു കുടുംബം, ഈ സോണിയ കുടുംബത്തിൻ്റെ ഇന്നത്തെ പോക്കും ഈ കഥകളുമൊക്കെ ഒന്ന് കൂട്ടിവെച്ച് ആലോചിച്ച് നോക്കിയാൽ ഒരു പക്ഷേ വെളിച്ചത്തിൻ്റെ ഒരു തരി എവിടെയെങ്കിലും കാണാം. ഏതായാലും വിചിത്രമായൊരു കഥയാണ്. ഈ കഥയും മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും പറയില്ല, ഞങ്ങളെ പറയൂ, അല്ലേ പ്രജിത? അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.